പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള കർത്താവിൻ്റെ മക്കളെ, 35-ാം നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നത്തെ ചിന്തകൾ മക്കളില്ലാതെ വേദനിക്കുന്ന ഒട്ടേറെ മക്കൾ നമ്മുടെ ധ്യാനത്തിന് വരാറുണ്ട്. അവരുടെ കഷ്ടപ്പാട്, അവരുടെ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും മക്കളുള്ളവർക്ക് അറിയാം. പക്ഷേ അവരുടെ വിഷമങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഭയങ്കര ശല്യമാണ് അവരനുഭവപ്പെടുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും വീഴ്ചകൾ നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു വണ്ടിയുടെ ഒരു ചെറിയ പൊട്ടലുണ്ടെങ്കിൽ തന്നെ സ്നേഹം കൊണ്ടാണ് കേട്ടോ, അയ്യോ സ്നേഹം കൊണ്ടാണ്, ഇതെന്താ പറ്റിയേ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചകൾ വരുമ്പോൾ പലരും അത് ഇന്നത് ചെയ്താൽ മതി, അതങ്ങനെ ചെയ്താൽ. അപ്പോൾ ഡോക്ടറായിട്ട് സംസാരിക്കുന്നത് നമ്മളൊക്കെ കാണാറുള്ളതാണ്. സ്നേഹം കൊണ്ടാണ് കേട്ടോ. പക്ഷേ വേദനിക്കുന്നൊരു മനസ്സ്, പെടയുന്നൊരു മനസ്സ് മക്കളില്ലാത്ത ദമ്പതികളിലുണ്ട്. ചിലർ പിശാചിനാൽ ബന്ധം പോലും വേർപെടുത്തുന്നവരുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നിട്ടുണ്ടായിട്ടുണ്ടോ? അവിടെയും അവർ ആഗ്രഹിക്കുന്നൊരു വിജയം ഞാൻ അവിടെ കാണുന്നില്ല. അതിനൊക്കെ ഒരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകുവാനാണ് അവൻ നമുക്കായി യാഗമായി മാറിയത്, അതായത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതിലൂടെ നമ്മൾ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം അവൻ നമുക്ക് തരിക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാവോ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കിട്ടിയിട്ട് അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരെ 1692 ദമ്പതികൾ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരുടെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. പറയാത്തവർ എത്രയോ ആയിരങ്ങളുണ്ടാവാം. നല്ല റിസൾട്ടാണ്. ഞാൻ ഏറ്റവും നല്ല ഇത് എപ്പോഴും പറയുമ്പോൾ 2 കാര്യം പറയാറുണ്ട്. ഒന്ന്, വയനാട്ടിൽ നിന്ന് വന്ന ഒരു കുടുംബമാണ്. അവർക്ക് അവർ മക്കളില്ലാത്ത ദമ്പതികളാണ്. അവർക്ക് ഞാൻ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് വിട്ടായിരുന്നു. അവരത് കുടിക്കുന്നു. അമ്മ എടുത്ത് കളയാൻ നോക്കിയതാണ്, എന്താ പറ്റിയെന്ന് ചോദിച്ചത്. അവർ സമ്മതിച്ചില്ല. അത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വെഞ്ചരിച്ച് കൊണ്ടുവന്നേക്കുള്ള വെള്ളമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, അച്ഛനെ കൊണ്ട് വെഞ്ചരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ആ വെള്ളം അവർ കുടിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു മക്കളുണ്ടാവാനെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ നമ്മുടെ പശുവിന് ജനപിടിക്കുന്നില്ല, പശുവിനും കൊടുക്ക്. അവരെന്ത് ചെയ്തു? പശുവിനും കൊടുത്തു, അവരും കുടിച്ചു. പിറ്റത്തെ ജനുവരി 2-ന് പെണ്ണ് പ്രസവിച്ചു. ജനുവരി 4-ന് പശു പ്രസവിക്കുകയാണ്. ഇവിടെ അടുത്ത്, എറണാകുളത്തിനടുത്ത്, എവിടെയാണ്, ഞാറക്കലിൻ്റെ അപ്പുറത്ത് മാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 7 വർഷം മക്കളില്ലാതിരുന്ന ഒരു കുടുംബം, 4 വർഷത്തോളം മരുന്ന് കഴിച്ചു, 3 വർഷത്തോളം മരുന്ന് കഴിക്കാതിരുന്ന ദമ്പതികൾ ഒരു 2-3 വർഷങ്ങളൊക്കെ മുമ്പ്, 3-4 വർഷങ്ങൾക്ക് അവർ പീലാനിഫോ ധ്യാനത്തിന് വന്നു. അവർ കൊച്ചിനെ കൊണ്ടാണ് വന്നത്. അതിക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നിപ്പോൾ അവൾക്ക് 11-12 വയസ്സായി. മക്കളിൽ അപ്പോൾ 12 വർഷം മുമ്പ് നമ്മുടെ ധ്യാനത്തിന് വരുന്ന സമയത്ത് അവർ ധ്യാനം കൂടുന്നു. ഈ കംപ്ലൈൻറ്റുകൾ, അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ പീരീഡ്സും ഇല്ല, അണ്ടുൽപാദനവും ഇല്ല. എന്നാൽ നമ്മുടെ ധ്യാനം കൂടി ഉടനെ പീരീഡ്സ് വന്നു, ഉടനെ ഗർഭിണിയാകുന്നു. ഒരു 2 വയസ്സായിട്ടേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു, 2 വയസ്സായിട്ടില്ലെന്ന് തോന്നുന്നു. എങ്ങനെ അത്ഭുതമാണ്, ആർക്കും സഹിക്കില്ല. ആ കൊച്ച് ബ്രദർ പാടുന്ന പാട്ട് പാടും. അവിടെ പാടും. ആ പെൺകൊച്ച് ഇന്നിപ്പോൾ 12-13 വയസ്സോ അത്രയായി കാണണം. എത്രയോ മക്കൾക്ക് ഇപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഷിപ്പിൻ്റെ ക്യാപ്റ്റനുണ്ട്. അദ്ദേഹം ഒത്തിരി പാട്ടുകൾ മ്യൂസിക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ, നമ്മുടെ ഒരു നല്ലൊരു പള്ളിക്കുടുംബം എന്നൊരു പള്ളിക്കൊച്ചുങ്ങൾ തന്നെ ഇപ്പോഴും ഹോളി മാസിന് പാടുന്ന, ഓർഗൻ വായിച്ച് പാടുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ദൈവദാസൻ. 16 വർഷം മക്കളില്ലാതിരുന്നതാണ്. 21 വർഷം മക്കളില്ലാതിരുന്ന ഒരു ടീച്ചർ, വൈക്കത്തെ ടീച്ചർ, അവർക്ക് ഇപ്പോൾ അവർ ആഗ്രഹിച്ചു. 21 വർഷം മക്കളില്ലാതിരുന്ന കഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ദൈവമേ, നീ എനിക്ക് തരുമ്പോൾ എനിക്ക് 2 തരണേ. ഇപ്പം ഇരട്ട കൊച്ചങ്ങളാ. ഞാൻ നേരത്തെ പറഞ്ഞ ആ 16 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ജ്ഞാനകേന്ദ്രത്തിൽ നിങ്ങൾ വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് 16 കൊല്ലമായിട്ട് മക്കളെ കിട്ടിയിട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പെങ്കൊച്ച് 3 വയസ്സാവുന്നു, 2.5 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൈവം
ഞാൻ വിളിച്ചു മുട്ടുത്തിച്ചതാണ് ധ്യാനത്തിൻ്റെ സമയത്ത്. മകനെ, നിനക്കൊരു കുഞ്ഞിനൂടി വേണ്ടേ, അവരോടെ വേണ്ടേ, വന്ന് മുട്ടത്തി പറഞ്ഞ് 4 വരെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളെയാണ്, ഈശോയുടെ കുഞ്ഞുങ്ങളെ ലേഖ ഗർഭം ധരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ തന്നെ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാലും, ബഥേൽ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇരട്ട കുഞ്ഞുങ്ങളാണ്. കർത്താവേ, ആ കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ ഗർഭിണികളായ ഒരുപാട് പേരുണ്ടല്ലോ ഈ ടൈമിൽ ധ്യാനം കൂടിയിട്ട്, അവർക്കെല്ലാവർക്കും കർത്താവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ, ഗർഭിണികളായവർക്ക് പൂർണ്ണ വളർച്ച എത്തട്ടെ, സുഖപ്രസവം നടക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, എന്നെ കേൾക്കുന്ന ഈ മക്കളില്ലാത്ത ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ ഈ 13-ാം തീയതി ധ്യാനത്തിന് വരട്ടെ. ഈ 13-ാം തീയതി രാവിലെ 9:30 മണിക്ക് അവർ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ധ്യാനത്തിന് വരട്ടെ. വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ പറഞ്ഞ വിടുമക്കളെ, അവർക്കൊരാനന്ദം പരിശുദ്ധാത്മാവിനെ ലഭിക്കും ദൈവകൃപയാൽ. അതൊക്കെ ഈ സാക്ഷ്യങ്ങൾ അവിടെ വരുന്ന എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു സത്യമാണ്. എൻ്റെ ഈശോയെ, കഷ്ടപ്പെടുന്ന മക്കളുണ്ട്, വേദനിക്കുന്ന മക്കളുണ്ട്, മക്കളില്ലാതെ മാത്രമല്ല പലതരത്തിൽ തകർച്ചയായിട്ട് ഏഴകളായി കഷ്ടപ്പെടുന്ന മക്കൾ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന മക്കൾ. കർത്താവേ, ജോലിയില്ലാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ജോലി ചെയ്തിട്ടും വേതനം കിട്ടാത്തവരുണ്ട്, ബിസിനസ് നടത്തിയിട്ട് പരാജയത്തിലായിരിക്കുന്ന മക്കളുണ്ട്, വണ്ടി എടുത്തിട്ട് ഓട്ടമില്ലാത്ത മക്കളുണ്ട്, എപ്പോഴും വണ്ടികൾക്ക് കേടുവരുന്ന മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. കർത്താവെ, കൂലിപ്പണിയില്ലാത്ത അവസ്ഥയുണ്ട്, കൽപ്പണി പോലും കിട്ടുന്നില്ല എന്നവർ പറയുന്നു. ഇവിടെ വരുന്ന മക്കള്, ഞാൻ 97 ആഗ്രഹിച്ചതാണ് തിരുവനന്തപുരം പോകാറുള്ള എന്നെ കൊണ്ട് ആദ്യത്തെ കൺവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ കടൽ മക്കളെ അത്രമാത്രം ആഗ്രഹിച്ചു. കടൽ മക്കളെ, എന്തൊരു നല്ല മക്കളെന്നറിയാവോ, എന്തൊരു നല്ല ദൈവസ്നേഹമുള്ള മക്കളെന്നറിയാവോ. അവർ അധ്വാനിക്കുക മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുന്ന മക്കള്, ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ, ദൈവത്തെ അത്രമാത്രം ഇഷ്ടം. എന്തൊരു ഇഷ്ടം എന്നറിയാമോ. 97 ഞാനത് കണ്ടിട്ട് തന്നെയാ, അവരെ കണ്ടിട്ട് തന്നെയാ ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് പാവങ്ങളെ മതി കർത്താവേ, പാവങ്ങളെ തരണമേ. നമ്മുടെ ധ്യാനകേന്ദ്രം ഒരു കൊച്ചു ധ്യാനകേന്ദ്രമാണെന്നാൽ നല്ല വൃത്തിയും നീറ്റുമെല്ലാം ഉള്ളതാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. ഈ ധ്യാനകേന്ദ്രം കിട്ടുന്നതിന് മുമ്പ് തന്നെ 97 ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ, എനിക്ക് പാവങ്ങളെ തന്നാൽ മതി കർത്താവേ. എനിക്കറിയില്ല, എൻ്റെ കർത്താവ് അതിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് മാത്രമായിരിക്കാം കർത്താവേ, കടലിൽ യാത്ര ചെയ്യുന്നവർ, കടലിൽ വള്ളവും ബോട്ടും കപ്പലും ഓടിക്കുന്നവർ, കർത്താവെ, കടലിൽ പണിയുന്ന എല്ലാവർക്കും നല്ല മത്സ്യബന്ധനം നൽകണമേ കർത്താവെ. കൃഷിക്കാരെയൊക്കെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ, പഠന വൈകല്യമുള്ള മക്കൾ, അവരുടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൊടുക്കണമേ കർത്താവെ. വിവാഹ പ്രായമെത്തിയിട്ടും കല്യാണം നടക്കാതിരിക്കുന്ന മക്കളുണ്ട്, അവർക്കെല്ലാം നല്ല വിവാഹബന്ധം നൽകണമേ കർത്താവെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിനും അങ്ങ് ദാനമായി ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിനും ഞങ്ങളുടെ വൈദികർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ പ്രേക്ഷിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ യേശുവേ. ഞാൻ ഇന്നും ഇന്നലെയൊക്കെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറേ തടസ്സങ്ങൾ കാണുന്നു, ബന്ധനങ്ങൾ കാണുന്നു, പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ മക്കളുടെ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ കർത്താവേ. യേശുവിൻ്റെ തിരുരക്തം, യേശുവിൻ്റെ പരിശുദ്ധ രക്തം അവരുടെ മേൽ ഒഴുകട്ടെ കർത്താവേ, ഒഴുകട്ടെ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ